തിരുവനന്തപുരത്തേക്ക് റിനു ശ്രീധർ കൂടി നമുക്കൊപ്പം ചേരുന്നു. റിനു, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ CPM ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കല്ലമ്പലം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച വി പ്രിയദർശിനിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് BP മുരളിയും എത്തുന്നുണ്ട്. CPMന്റെ തന്നെ നേതാവാണ്, ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. പക്ഷേ CPIക്ക് ഈ 28 ആകെ സീറ്റുകളിൽ അല്ലെങ്കിൽ കക്ഷി നിലയിൽ 13 UDF, 15 LDF. ഈ 15 LDFിൽ 3 CPI ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷത്തിന് ശേഷം CPIക്ക് കൈമാറും. ഇതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ സാഹചര്യം. ഗ്രാമപഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 73 ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ 11 നഗരസഭകളുമാണ് ഉള്ളത്. മുനിസിപ്പാലിറ്റികളുമാണ് ഉള്ളത്. ഈ 11 മുനിസിപ്പാലിറ്റികളിൽ 6 UDFും അതുപോലെ തന്നെ 5 LDFും ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൽ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പഞ്ചായത്ത് തലത്തിലേക്ക് പോവുകയാണെങ്കിൽ 73-ൽ 6 ഇടങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ സ്വതന്ത്രനോ അല്ലെങ്കിൽ വിമതനായി മത്സരിച്ചു വന്നവരോ നടത്തുമെന്നുള്ളതിൽ സംശയമില്ല. മലയൻകീഴിൽ നിലവിൽ BJP ഒരു അട്ടിമറി ശ്രമത്തിന് ശ്രമിക്കുന്നുണ്ട്. 8-8 എന്നുള്ള നിലയ്ക്കാണ് UDFിനും LDFിനും BJPക്കും സാധ്യതയുള്ളത്. ഈ LDFിനൊപ്പം നിൽക്കുന്ന RJDയോ അല്ലെങ്കിൽ സ്വതന്ത്രയോ പിടിച്ചുകൊണ്ട് ഭരണം പിടിക്കുവാനുള്ള നീക്കം BJP നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് കാട്ടാക്കടയിലാണ്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വർഷങ്ങളായി തുടർന്നു വരുന്നത് CPMന് ഭരണം ലഭിക്കും. CPM പഞ്ചായത്ത് പ്രസിഡന്റും CPI വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ CPIക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നു. CPI കഴിഞ്ഞ ദിവസവും കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ 7 സീറ്റുകൾ വീതം ലഭിച്ച മംഗലപുരം പഞ്ചായത്തിൽ സ്വതന്ത്രനെ പ്രസിഡന്റാക്കി ഭരണം പിടിക്കാനാണ് LDF നീക്കം എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പുല്ലമ്പാറ പഞ്ചായത്തിലും സ്വതന്ത്രനെ കൂടെ കൂട്ടി ഭരിക്കുവാൻ UDF ഒരു ആലോചനയും നടത്തുന്നുണ്ട്. ഇങ്ങനെ 6 ഇടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ സ്വതന്ത്രനോ അല്ലെങ്കിൽ വിമതനോ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും 10:30 മണിയോട് കൂടിയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.